നമസ്കാരം. കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെ നിർണ്ണയിക്കുന്ന സുപ്രധാനമായ ഒരു ഘട്ടം ഇപ്പോൾ പിന്നിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷത്തെ ഭരണ നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ തന്നെ തൂക്കി നോക്കി ജനങ്ങൾ തങ്ങളുടെ വിധി ഇപ്പോൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഈ ജനവിധി ഇപ്പോൾ പെട്ടിയിലായതോടുകൂടി കേരളം ഇനി ആര് ഭരിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരം അത് വോട്ടെണ്ണൽ ദിവസം മാത്രമേ ലഭിക്കുകയുള്ളൂ. എങ്കിലും പോളിംഗ് ബൂത്തുകളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം ഇതൊരു സാധാരണ ഭരണമാറ്റത്തിനായിട്ടുള്ള പോരാട്ടമല്ല, മറിച്ച് ദശകങ്ങൾ നീണ്ടു നിൽക്കുന്ന രാഷ്ട്രീയ നയങ്ങളുടെ വിചാരണ കൂടിയാണ്. ഭരണ തുടർച്ച എന്ന ലക്ഷ്യവുമായി ഇടതുപക്ഷവും അധികാരം തിരിച്ചുപിടിക്കാൻ ഉറച്ച് ഐക്യജനാധിപത്യ മുന്നണിയും പോരാടുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ ആർക്കൊപ്പം നിൽക്കുമെന്ന് പ്രവചിക്കുക അത് അസാധ്യമാണ്. ഇത്തവണത്തെ വോട്ടിംഗ് ശതമാനത്തിലെ വർധനവ് അത് പല രാഷ്ട്രീയ നിരീക്ഷണങ്ങൾക്കും ഇപ്പോൾ വഴിമാറുന്നുണ്ട്. ഏകദേശം 78% പോളിംഗ് രേഖപ്പെടുത്തിയത് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പ്രതിഫലനമാണെന്ന് UDF കേന്ദ്രങ്ങൾ ഇവിടെ അവകാശപ്പെടുന്നുണ്ട്. ചരിത്രപരമായിട്ട് നോക്കിയാൽ തന്നെ കേരളത്തിൽ വോട്ടിംഗ് ശതമാനം കുത്തനെ ഉയരുന്നത് പലപ്പോഴും ഭരണമാറ്റത്തിനുള്ള ഒരു സൂചനയായിട്ടാണ് കരുതപ്പെടുന്നത്. നിലവിലുള്ള സർക്കാരിനെതിരായിട്ടുള്ള രോഷം അത് പ്രകടിപ്പിക്കാൻ വോട്ടർമാർ ആവേശത്തോടെ ബൂത്തുകളിലേക്ക് എത്തുന്ന പ്രവണത മുൻ തെരഞ്ഞെടുപ്പുകളിലുമൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഉയർന്ന പോളിംഗ് അത് ഇടതുപക്ഷത്തിന് വലിയ വെല്ലുവിളിയാകാൻ സാധ്യതയുണ്ട്. എന്നാൽ വെറും കണക്കുകൾക്കപ്പുറമായിട്ട് വോട്ടർ പട്ടികയിൽ നടന്ന വിപുലമായിട്ടുള്ള ശുദ്ധീകരണ പ്രക്രിയ കൂടി നാം ഇവിടെ പരിഗണിക്കേണ്ടതുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ്റെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ SIR വഴി ലക്ഷക്കണക്കിന് വ്യാജ വോട്ടുകളും ഇരട്ട വോട്ടുകളും ഒക്കെ തന്നെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു. ഇത് യഥാർത്ഥ വോട്ടിംഗ് ശതമാനത്തെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് മുൻപ് 76% രേഖപ്പെടുത്തിയിരുന്ന സ്ഥാനത്ത് വോട്ടർമാരുടെ എണ്ണം കുറഞ്ഞതോടുകൂടി ഇപ്പോൾ രേഖപ്പെടുത്തിയ 78% എന്നത് യഥാർത്ഥത്തിൽ 80% മുകളിലുള്ള പോളിംഗിന് തുല്യമാണ്. ഈ സാങ്കേതിക മാറ്റം അത് തിരിച്ചറിയാതെ കേവലമായ ശതമാനം മാത്രം നോക്കി നിഗമനങ്ങളിൽ എത്തുന്നത് തെറ്റായേക്കാം. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ വോട്ടിംഗ് കണക്കുകളൊക്കെ തന്നെ ഈ മാറ്റത്തിൻ്റെ വലിയൊരു തെളിവ് കൂടിയാണ്. അവിടെ വോട്ടർമാരുടെ എണ്ണത്തിലൊക്കെ തന്നെ വലിയ കുറവ് വന്നിട്ടും പോളിംഗ് ശതമാനം ഉയർന്നതായി തന്നെ കാണാൻ സാധിക്കും. ഇത് സൂചിപ്പിക്കുന്നത് വോട്ടർ പട്ടികയിലെ വ്യാജ വോട്ടുകളും ഇരട്ട വോട്ടുകളും ഒക്കെ തന്നെ നീക്കം ചെയ്യപ്പെട്ടത് തെരഞ്ഞെടുപ്പ് ഫലത്തെ നേരിട്ട് ബാധിക്കുമെന്നാണ്. മണ്ഡലങ്ങളിൽ കൃത്രിമമായി വോട്ടുകൾ ചേർക്കുന്ന രീതി ഇല്ലാതായാൽ അത് ജനാധിപത്യത്തിൻ്റെ ശുദ്ധീകരണത്തിന് സഹായിക്കും. വട്ടിയൂർക്കാവിൽ മുരളീധരനെ പോലെയുള്ള കരുത്തരായിട്ടുള്ള സ്ഥാനാർത്ഥികൾക്ക് ഈ സാഹചര്യം അനുകൂലമാകുമെന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകരും ഏറെയാണ്. മധ്യ കേരളത്തിലെയും മലബാറിലെയും വോട്ടിംഗ് രീതികളൊക്കെ തന്നെ തമ്മിൽ വലിയ വ്യത്യാസങ്ങൾ ഇവിടെ പ്രകടമാണ്. മലബാറിൽ പല മണ്ഡലങ്ങളിലും പോളിംഗ് കുത്തനെ ഉയർന്നപ്പോൾ മധ്യ കേരളത്തിൽ പലയിടത്തും ജനങ്ങൾ കുറഞ്ഞ താല്പര്യമാണ് കാണിക്കുകയുണ്ടായത്. റാന്നി, തിരുവല്ല, കുട്ടനാട് തുടങ്ങിയ മണ്ഡലങ്ങളിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് ആരെ ബാധിക്കുമെന്ന് കണ്ടറിയണം. കടുത്ത ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ വോട്ടർമാർ കാണിക്കുന്ന ഈ നിസ്സംഗത ചിലപ്പോൾ അപ്രതീക്ഷിത ഫലങ്ങളിലേക്ക് പോലും കാര്യങ്ങളെ നയിച്ചേക്കാം. കുന്നത്തുനാട് പോലെയുള്ള മണ്ഡലങ്ങളിൽ നടന്ന ശക്തമായ ത്രികോണ മത്സരം അവിടുത്തെ പോളിംഗ് വർദ്ധിപ്പിക്കാനായിട്ട് കാരണമായിട്ടുണ്ട്. ഭരണത്തലവനെ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളാണ് ഈ തെരഞ്ഞെടുപ്പിലുടനീളം നിറഞ്ഞു നിൽക്കുന്നത്. പിണറായി വിജയൻ്റെ വ്യക്തിപ്രഭാവവും ഭരണശൈലിയും ഒരു വിഭാഗം ജനങ്ങളെ സ്വാധീനിക്കുമ്പോൾ തന്നെ മറ്റൊരു വിഭാഗം അതിനെ കടുത്ത ഭരണാധിപത്യമായിട്ടാണ് ഇവിടെ കാണുന്നത്. പിണറായി സർക്കാരിനെതിരെയുള്ള വ്യക്തിപരമായിട്ടുള്ള എതിർപ്പുകൾ വോട്ടായിട്ട് മാറുമോ എന്നതാണ് പ്രധാന ചോദ്യം. അഴിമതി ആരോപണങ്ങളും സ്വജനപക്ഷപാതവും മുഖ്യ വിഷയങ്ങളായിട്ട് ഉയർത്തിക്കാട്ടിയാണ് പ്രതിപക്ഷം പ്രചരണം നടത്തിയത്. പലയിടങ്ങളിലും മുഖ്യമന്ത്രിയുടെ ഫ്ലക്സ് ബോർഡുകൾ, ചിത്രം പോലും പ്രചരണ ബോർഡുകളിൽ നിന്നുമൊക്കെ തന്നെ ഒഴിവാക്കിയത് പോലും ഈ ജനവികാരം ഭയന്നാണെന്ന ആരോപണവും ശക്തമായി ഉയരുന്നുണ്ട്. ന്യൂനപക്ഷ വോട്ടുകളുടെ ധ്രുവീകരണമാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത്. മുസ്ലിം സമുദായത്തിനിടയിൽ സർക്കാരിനെതിരെ രൂപപ്പെട്ട അതൃപ്തി UDFന് വലിയ ഗുണം ചെയ്തേക്കാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഇടതുപക്ഷത്തിനോടൊപ്പം തന്നെ നിന്ന ചില വിഭാഗങ്ങൾ ഇത്തവണ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയിലേക്ക് UDFിലേക്ക് ചായുന്നതായിട്ടും കാണാൻ സാധിക്കും. സമുദായ നേതാക്കളുടെ പ്രസ്താവനകളും മതപരമായിട്ടുള്ള സംഘടനകളുടെയൊക്കെ തന്നെ നിലപാടുകളും വോട്ടർമാരെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. ഈ വോട്ടുകളുടെയൊക്കെ തന്നെ കേന്ദ്രീകരണം UDFിൻ്റെ സീറ്റ് നില മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും. ക്രിസ്ത്യൻ വോട്ടുകൾ നേടാൻ BJP നടത്തിയ നീക്കങ്ങൾ എത്രത്തോളം വിജയിച്ചുവെന്നത് അത് തീർച്ചയായിട്ടും വരാനിരിക്കുന്ന ഫലങ്ങൾ കൃത്യമായി വ്യക്തമാക്കുന്നതാണ്. ക്രൈസ്തവ സമുദായത്തെ ആകർഷിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പദ്ധതികളും സ്ഥാനാർത്ഥി നിർണയവുമൊക്കെ തന്നെ BJP ഇവിടെ പ്രചരണായുധമാക്കി മാറ്റിയപ്പോൾ മണിപ്പൂർ വിഷയം ഉൾപ്പെടെയുള്ള ദേശീയ സാഹചര്യങ്ങളൊക്കെ തന്നെ ഈ നീക്കങ്ങൾക്ക് തടസ്സമായോ എന്നും കൃത്യമായി ഇവിടെ ഇനി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ക്രൈസ്തവ വോട്ടുകൾ BJPയിലേക്ക് പോകാതെ UDFിൽ ഉറച്ചു നിന്നാൽ അത് ഇടതുപക്ഷത്തിന് വലിയ ഒരു തിരിച്ചടിയായിരിക്കും ഉണ്ടാക്കുക. മധ്യ കേരളത്തിലെ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും ഇത്തവണ കടുത്ത മത്സരമാണ് നടന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലങ്ങളൊക്കെ തന്നെ പ്രവചിക്കുന്നതിൽ വലിയ വിശ്വാസ്യതയുള്ള CP റാഷിദിൻ്റെ കണക്കുകൾ രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയായി ഇപ്പോൾ മാറിയിട്ടുണ്ട്.
മുൻകാലങ്ങളിൽ വടകരയിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ തന്നെ അദ്ദേഹം നടത്തിയ പ്രവചനങ്ങൾ കൃത്യമായത് ജനങ്ങൾക്കിടയിൽ റാഷിദിൻ്റെ വാക്കുകൾക്ക് സ്വീകാര്യത നൽകുകയുണ്ടായി. ഇത്തവണ UDF 91 മുതൽ 101 വരെ സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്നാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ. 2001 ശേഷം ഇടതുപക്ഷത്തോടൊപ്പം നിന്ന ന്യൂനപക്ഷ വോട്ടുകൾ തിരിച്ചൊഴുകുന്ന ആ ഒരു റിവേഴ്സ് സ്വീപ്പ് ഇത്തവണ സംഭവിക്കുമെന്ന് അദ്ദേഹം ഇവിടെ നിരീക്ഷിക്കുകയാണ്. ഈ പ്രവചനങ്ങൾക്ക് പിന്നിൽ ശക്തമായിട്ടുള്ള ഡാറ്റ വിശകലനമുണ്ടെന്ന് റാഷിദ് ഇവിടെ അവകാശപ്പെടുന്നു. ഹരിയാന ഒഴികെയുള്ള മിക്ക തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങളാകട്ടെ യാഥാർത്ഥ്യത്തോടെ ഏറെ ചേർന്ന് നിൽക്കുന്നതാണ്. മുഖ്യമന്ത്രിയുടെ വ്യക്തിഗതമായിട്ടുള്ള ജനപ്രീതിയിൽ വന്ന ഇടിവും ഭരണരംഗത്തെ അസ്ഥിരതയും ഇടതുപക്ഷത്തെ പിന്നോട്ടടിക്കുമെന്ന് അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരം ശാസ്ത്രീയമായിട്ടുള്ള വിലയിരുത്തലുകളൊക്കെ തന്നെ വോട്ടർമാരുടെ മനോഭാവത്തെ കൂടി പ്രതിഫലിപ്പിക്കുന്നുണ്ട്. 100 സീറ്റുകൾ വരെ കിട്ടുമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ ആത്മവിശ്വാസത്തിന് ഈ പ്രവചനങ്ങൾ ബലം നൽകുന്നു. LDFിൻ്റെ പ്രചരണ തന്ത്രങ്ങളും ഇത്തവണ വ്യത്യസ്തമായിരുന്നു. വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് അവർ വോട്ട് ചെയ്തത്. എന്നാൽ അഴിമതി ആരോപണങ്ങൾ പ്രതിരോധിക്കാൻ അവർക്ക് പലപ്പോഴും പ്രയാസപ്പെടേണ്ടി വന്നു. സോഷ്യൽ മീഡിയയിലും പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലും കോടിക്കണക്കിന് രൂപ വാരി ചിലവാക്കി നടത്തിയ പരസ്യങ്ങൾ വോട്ടർമാരെ എത്രത്തോളം സ്വാധീനിച്ചുവെന്നത് തീർച്ചയായിട്ടും കണ്ടറിയണം. മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന ഇമേജിനേക്കാൾ ഉപരിയായിട്ട് ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ പ്രശ്നങ്ങളാണ് വോട്ടെടുപ്പിൽ പ്രതിഫലിക്കാറുള്ളത് എന്നത് മറക്കരുത്. കേരളത്തിലെ ചരിത്രത്തിൽ 1960 തെരഞ്ഞെടുപ്പാണ് ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയത്. അന്ന് EMS സർക്കാരിനെ പിരിച്ചുവിട്ടതിന് ശേഷമുള്ള ആവേശത്തിലാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്. വോട്ടിംഗ് ശതമാനം കൂടുന്നത് എപ്പോഴും ഒരു പ്രത്യേക മുന്നണിക്ക് മാത്രം ഗുണകരമാകുമെന്ന് പറയാനാകില്ല. ചിലപ്പോൾ ഇടതുപക്ഷത്തിനും മറ്റു ചിലപ്പോൾ വലതുപക്ഷത്തിനുമൊക്കെ തന്നെ അത് അനുകൂലമായി മാറാറുണ്ട്. അതിനാൽ ഇത്തവണത്തെ 78% വോട്ടിങ്ങിനെ വെറുമൊരു കണക്കായി കാണാതെ ഓരോ മണ്ഡലത്തിലെയും പ്രാദേശിക സാഹചര്യങ്ങൾ കൂടി കൃത്യമായിട്ട് വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. പോസ്റ്റൽ വോട്ടുകളുടെയും 85 വയസ്സിന് മുകളിലുള്ളവരുടെ വീട്ടിലെ വോട്ടിങ്ങിൻ്റെയും സ്വാധീനം ഇത്തവണ ഏറെ നിർണായകമാണ്. പുതിയ സംവിധാനങ്ങൾ വഴി വോട്ട് ചെയ്യാൻ കൂടുതൽ പേർക്ക് സൗകര്യം ലഭിച്ചത് പോളിംഗ് ഉയരാനായിട്ട് കാരണമായിട്ടുണ്ട്. ഈ വോട്ടുകൾ അധികവും ഭരണപക്ഷത്തിന് അനുകൂലമാകുമെന്നായിരുന്നു ആദ്യത്തെ കണക്കുകൂട്ടൽ. എന്നാൽ മുതിർന്ന വോട്ടർമാർക്കിടയിൽ പെൻഷൻ വിതരണത്തിലുണ്ടായ കാലതാമസം അത് വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് സർക്കാരിന് തിരിച്ചടിയാകാൻ സാധ്യതയുള്ള ഒരു വശം കൂടിയാണ്. ഭരണവിരുദ്ധ വികാരം എന്നത് കേവലമായ ഒരു പദപ്രയോഗമല്ല, അത് ജനങ്ങളുടെ പ്രതിഷേധത്തിൻ്റെ ഒരു ആഴമാണ്. വിലക്കയറ്റം, ഉദ്യോഗസ്ഥ മേഖലയിലെ അഴിമതി, ഗുണ്ടാ വിളയാട്ടം തുടങ്ങിയ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഭരണവിരുദ്ധ വികാരത്തെ അലയടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും സാധാരണക്കാരുടെ വിഷയങ്ങൾ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. സമാധാനപരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ഭരണമാറ്റം ആഗ്രഹിക്കുന്നുവെന്ന പ്രതിപക്ഷ ആരോപണത്തിന് ജനങ്ങൾ വോട്ടിലൂടെ ഉത്തരം നൽകിയോ എന്ന് ഉടൻ തന്നെ അറിയാൻ സാധിക്കും. കാരണം പിണറായി വിജയൻ്റെ സ്വേച്ഛാധിപത്യ ഭരണത്തിലൂടെ ഫ്രീ സ്പീച്ച്, അതായത് അഭിപ്രായ സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ടും അടിച്ചമർത്തപ്പെടുന്നു എന്ന ആരോപണവും യുവാക്കൾക്കിടയിൽ വലിയ ചർച്ചയായിരുന്നു. ചുരുക്കത്തിൽ കേരളം ഒരു നിർണായകമായ വഴിത്തിരിവിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഭരണ തുടർച്ചയെന്ന ഇടതുപക്ഷത്തിൻ്റെ മോഹം പൂവണിയുമോ അതോ UDF വൻ ഭൂരിപക്ഷത്തോടുകൂടി തിരിച്ചു വരുമോ എന്നത് രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ചോദ്യമാണ്. വോട്ടെണ്ണൽ ദിവസം പുറത്തു വരുന്ന ഓരോ ഫലവും കേരളത്തിൻ്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ ബോധ്യങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നതായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ജനാധിപത്യപരമായിട്ടുള്ള ഈ പോരാട്ടത്തിൽ ആത്യന്തികമായിട്ട് വിജയിക്കുന്നത് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ആഗ്രഹങ്ങളായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.